ഹലോ, എല്ലാവർക്കും B4U യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ L. സുബ്രഹ്മണ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ആൻസർ എന്താണ്? KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ടിസ്റ്റിൻ്റെ ചെയർമാനായി നിയമിതനായത്? ആൻസർ എന്താണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ആൻസർ മുഴുപ്പിലങ്ങാട് ബീച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ എന്താണ്? അചൽ മിശ്ര. അചൽ മിശ്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ അതായത് ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ എന്താണ്? ലക്നൗ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? ലേ. ആൻസർ ലേ ആണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ആൻസർ എന്താണ്? ന്യൂഡൽഹി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? ആൻസർ എന്താണ്? ഋതിക് പാണ്ഡെ. ഇനി അടുത്തത്: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ആൻസർ എന്താണ്? ബ്രസീൽ. ഇനി അടുത്തത്: ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ആൻസർ എന്താണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്താണ്? ആൻസർ ഡെക്കാൻ പീഠഭൂമി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം എന്താണ്? ആൻസർ കൊടൈക്കനാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ആൻസർ എന്താണ്? നർമ്മദ. അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? എവിടെയാണ്? ആൻസർ എന്താണ്? സിന്ധു. ഇനി അടുത്തത്: മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ അറബി ട്ടോ. ഇനി അടുത്തത്: കാൽബൈശാഖി എന്നത് എന്താണ്? അതൊരു കാറ്റാണ്. ഇനി അടുത്തത്: അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ആൻസർ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇനി അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? ആൻസർ കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇനി അടുത്തത്: യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹോസ്റ്റിങ്സ്.
ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിനു അധികാരമുണ്ടെന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതി. ഇനി സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതി. ഇനി പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ എന്താണ്? 359. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. ഇനി താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ആൻസർ എന്താണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ആൻസർ എന്താണ്? മുഖ്യമന്ത്രി. ഇനി അടുത്തത്, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ആൻസർ എന്താണ്? അലോക് റാവത്ത്. ഇനി കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? ആൻസർ എന്താണ്? മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ആൻസർ എന്താണ്? 1.18. ഇനി കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ആൻസർ എന്താണ്? കുണ്ഡറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? സൈലന്റ് വാലി. ഇനി തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ആൻസർ എന്താണ്? കൈത്തറി. ഇനി ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെയാണ്? നീണ്ടകര. ഇനി KSCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേതാണ്? ആൻസർ എന്താണ്? നിലമ്പൂർ.
ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ: ഡിണ്ടിഗൽ, കൊല്ലം. ഇനി കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമി. അടുത്തത്, ഇനി 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ എന്താണ്? അക്കാമ ചെറിയാൻ. അടുത്തത്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യ വനിത. ആൻസർ എന്താണ്? അക്കാമ ചെറിയാൻ. ഇനി 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ എന്താണ്? വെങ്ങാനൂർ. ഇനി 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആൻസർ എന്താണ്? തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. ഇനി അടുത്തത്, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം. ഇനി അടുത്ത ചോദ്യം, ഏതു വിപ്ലവത്തിനു സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ആൻസർ എന്താണ്? പഴശ്ശി വിപ്ലവം. ഇനി അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ആൻസർ എന്താണ്? 1930. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ആൻസർ എന്താണ്? 32. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ആൻസർ എന്താണ്? ശ്വാസകോശം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. ഇനി അടുത്തത്, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ മെഡുല്ല ഒബ്ലോങ്കേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം? സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെ കുറിച്ചുള്ള പഠനം? മയോളജി. ഇനി അടുത്തത്, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്താണ്? വൈറ്റമിൻ സി. ഇനി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ എന്താണ്? ബയോട്ടിൻ. ഇനി സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ആൻസർ എന്താണ്? അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ DDT. അടുത്തത്, ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ആൻസർ ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ സിങ്ക്. ഇനി അടുത്തത്, ഭാവിയിലെ ഇന്ധനം? ആൻസർ എന്താണ്? ഹൈഡ്രജൻ. അടുത്തത്, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ആൻസർ എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ആൻസർ എന്താണ്? ഓക്സിജൻ. ഇനി അടുത്തത്, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ആണ്? ആൻസർ ഊർജം. ഇനി അടുത്തത്, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം ആണ്? ആൻസർ എന്താണ്? ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ആൻസർ എന്താണ്? 7. 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁵ ഡൈൻ.
ഇനി അടുത്തത് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ.